അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, സംസാരിക്കുന്നത് അബ്ദുൽ ഹക്കീം അഷ്റഫി കോട്ടക്കലാണ്. എൻ്റെ പ്രിയ കൂട്ടുകാരൻ. നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ കാര്യങ്ങളിൽ അൽഹംദുലില്ലാഹ് സജീവമായി അവിടുത്തെ സമയങ്ങൾ ദീനിന് വേണ്ടി ചെലവഴിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് മുഅ്മിനാത്തുകളോട് ഓർമ്മപ്പെടുത്തുന്നു, അദ്ദേഹത്തിന്റെ മകളുടെ വിവാഹം കഴിഞ്ഞു. ബാധ്യതകൾ ബാക്കി നിൽക്കുന്നതുകൊണ്ട് നമ്മളാൽ കഴിയുന്ന ഒരു ചെറിയ സഹായം, പ്രയാസപ്പെടുന്നവരുടെ കണ്ണീരൊപ്പാൻ നാമുണ്ട് കൂടെ എന്ന ഉറപ്പോടുകൂടി നാം അതിലേക്ക് മുന്നിട്ടിറങ്ങുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഏത് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്കും അവരുടെ പ്രയാസങ്ങൾ എന്താണെന്ന് കേൾക്കാമെങ്കിലും നാം ഒരു മനസ്സ് കാണിച്ചാൽ അത് വലിയൊരു പ്രതിഫലമാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയ മുഹിബീങ്ങളോട്, നിങ്ങളാൽ കഴിയുന്നത് 10 രൂപയാണെങ്കിൽ ആ ഒരു 10 രൂപ ബഹുമാനപ്പെട്ട മുജീബ് ഉസ്താദിന്റെ അക്കൗണ്ടിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം. അവർക്ക് നിങ്ങൾക്ക് പകരം നൽകാൻ കഴിയുന്നത് ദുആ മാത്രമാണ്. ഇൻഷാ അല്ലാഹ് മരിക്കുന്നത് വരെ നിങ്ങൾക്ക് എപ്പോഴും അവിടെയൊക്കെ ദുആ ഉണ്ടാവും. അല്ലാഹു തആല നിങ്ങൾ നൽകുന്ന സ്വാലിഹായ സദഖ അല്ലാഹു നാളെ ദുനിയാവിലും ആഖിറത്തിലും വലിയ ഫലമുള്ള സദഖയായി അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അള്ളാഹു തആല അതിന്റെ ബറക്കത്ത് കൊണ്ട് എല്ലാവിധ ആഫത്ത് മുസീബത്തുകളിൽ നിന്നൊക്കെ അള്ളാഹു നമ്മളെ കാക്കട്ടെ. അതുകൊണ്ട് അള്ളാഹു നമ്മുടെ ജീവിതത്തിലും ആയുസ്സിലും ജോലിയിലും സമ്പത്തിലൊക്കെ അള്ളാഹു വലിയ ബറക്കത്ത് അള്ളാഹു എത്തിത്തരട്ടെ എന്ന് പ്രാർത്ഥിച്ച് ദുആവസിയത്തോടെ അബ്ദുൽ ഹക്കീം അഷ്റഫി അഭ്യർത്ഥിക്കുന്നു. ദുആവസിയത്തോടെ അസ്സലാമു അലൈക്കും. 2025 ജൂൺ 26 സമസ്തയുടെ സ്ഥാപക ദിനമാണിന്ന്. നമ്മുടെ മദ്രസകളിലും മറ്റു പല സ്ഥാപനങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട പല പ്രോഗ്രാമുകളും നടന്നു, ചിലയിടങ്ങളിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. സമസ്ത കേരള ജമിയത്തുൽ ഉലമ നമ്മുടെ കേരളത്തിലെ ഒരു പ്രധാന സംഘടനയാണ്. അല്ല ഇവര് നമ്മളെ മദ്രസ് എന്ന് പറയാന് അനക്കൂടെ ഇപ്പൊ സമസ്തന്റെ കീഴിൽ മദ്രസ് ഞങ്ങളത് കൂട്ടണ്ട, അപ്പുറത്ത് സമസ്തന്റെ അംഗീകാരമുള്ള ഒരു മദ്രസ് വട്ടൂരാക്ക് ഉണ്ടെങ്കിൽ കാണിച്ചാ എന്നിട്ട് പറയും നമ്മളത് സമസ്തി ചേറ്റെന്ത് ബന്ധം സകല ആലിമീങ്ങളും തള്ളിക്കാണ്ട് ആ പേര് പറയാൻ എനിക്ക് അധികാരം ഉണ്ടോ? എല്ലാ ഉലമാനും തള്ളി. ഇപ്പത്തല്ല, ആദ്യ കാലത്തുള്ള തന്നെ ഇപ്പം വന്നിട്ട് നമ്മളെ പല മദ്രസകളിൽ നിന്ന് നമ്മളെന്ന് പറഞ്ഞെങ്കിൽ പുറത്ത് സമസ്തന്റെ ഏതെങ്കിലും ഒരു അംഗീകാരമുള്ള ഒരു മദ്രസ വട്ടൂരാക്ക് ഉണ്ടോ? പല വിദ്യാഭ്യാസ ബോർഡ് അംഗീകരിച്ചേ അതുപോലെ സിലബസ് നിങ്ങൾ അംഗീകരിച്ചാൽ മതി. നിങ്ങൾ സ്വന്തം ബുക്കുണ്ടാക്കി അവിടെ നടത്തിയല്ലേ, അതെല്ലാ കള്ളത്തരീക്കത്തിലും നടത്തുന്നില്ല. അപ്പൊ എന്റെ അടുത്തുണ്ട് കുരൂർക്കാർ, ഓൽക്കുമ്പറ മദ്രസ ഉണ്ട്, ഓരോ സിലബസ് അനുസരിച്ച് ഓരോ ഇതിൽ നടത്തുകയാണ്. അത് സമസ്തന്റെ പറയാൻ പറ്റില്ല. സമസ്തന്റെ അംഗീകാരമുള്ള ഏത് സ്ഥാപനങ്ങൾക്കുള്ളത്, ഏത് സമസ്ത ആയിക്കോട്ടെ, ഒരു സ്ഥാപനം കാണിച്ചുണ്ടാ രേഖ വെച്ച് സംസാരിക്കുക. നമ്മള് എന്നിട്ട് സമസ്തന്റെ അവകാശപ്പെടാൻ വന്നിക്കുക. നമ്മളും സമസ്തന്നെ കേട്ടോ, നമ്മളൊക്കെ സമസ്തി നമ്പറാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. പാപ്പറ്റം പറയാനായിട്ട് സമസ്തന്റെ സകല ആലിന്യങ്ങളും തള്ളിക്കാണ്ട് ഇപ്പൊ സമസ്തന്റെ ആളാകാൻ വന്നിക്കുക. ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാരൊക്കെ ആദ്യകാലത്ത് സമസ്ഥാന കേരള ജമിയത്തുൽ ഉലമയുടെ മെമ്പറായിരുന്നു. പിന്നെ കൊളത്തൂർ ഭാഗത്ത് വെച്ച് ഒരു യോഗം നടന്നു. നൂരിഷാ തുരീക്കത്തിനെ കുറിച്ച് ചില ചോദ്യങ്ങൾ അതിൽ വന്നപ്പോൾ സ്വതക്കത്തുള്ള മുസ്ലിയാരും സംസ്ഥാനയുടെ മുൻനിരയിലുള്ള ആളുകൾ അതിലെടുത്ത തീരുമാനം അത് ഗൗരവം പോരാ എന്നൊക്കെ പറഞ്ഞ് അതിന്റെ പേരിൽ പിന്നെ ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ സംസ്ഥാനയിൽ നിന്ന് പിരിഞ്ഞു എന്നതാണ് ചരിത്രം. ആ കൊളത്തൂർ ഭാഗത്ത് വെച്ച് നടന്ന യോഗം അതിന്റെ തെളിവുണ്ട് വിട്ടാ. കൊളത്തൂർ വെച്ച് യോഗം നടന്നു, മ്യൂസിക്കാരെ പറ്റി ചോദ്യം വന്നു എന്ന് പറഞ്ഞത് ആ കൊളത്തൂർ വെച്ച് നടന്നതായിരിക്കണം കേട്ടോ. വലിയ ചരിത്ര പണ്ഡിതനല്ലേ, ആ രേഖ വിട്ടോ. അതിൻ്റെ എല്ലാ രേഖയുണ്ടല്ലോ. കൊളത്തൂർ വെച്ച് അങ്ങനെ യോഗം നടന്നേ, എന്നിട്ട് ആ യോഗത്തിൽ മ്യൂസിക്കാരെ പറ്റി ചോദ്യം വന്നു പറഞ്ഞല്ലോ. ചെറുശ്ശേരി സംസ്ഥാനക്കാരൻ തന്നെ ഇനി അതിന് നമ്മൾ എതിരറിയുന്നില്ല. ഈ യോഗം നടന്നത് കൊളത്തൂരാന്ന് എന്നോട് ആധാറിന് അത് കാണിക്കേ, തെളിവാണല്ലോ. വഴി ഉണ്ടാവും. എനിക്ക് കൊളത്തൂരിൽ നിന്ന് അങ്ങനെ യോഗം നടന്ന രേഖ എനിക്ക് കിട്ടൂല. പോനെ പഠിച്ചോ പോയിക്കാണ്ട് ഇവിടുന്ന് നടന്നതെന്നുള്ളത് പഠിച്ചോ. എന്തെങ്കിലും തൊള്ളിയൊന്ന് വിളിച്ചറിയാ. ഇന്നലെ പറഞ്ഞു 2005 2006 ശംസുലമ വഫാത്തായത് എന്ന് പറഞ്ഞ മാതിരി തന്നെ പറ്റി. അല്ലെ ഇത് കാണിക്കേ, കൊളത്തൂർ അങ്ങനെ വെച്ച് യോഗം നടന്നിട്ട് ആ യോഗത്തിൽ ചോദ്യം വന്നില്ലേ. വലിയ കാലം പോറ്റുന്ന ഷെയ്ഖിന്റെ അളിയനാണ്, മുരീദോണല്ലോ. എല്ലാ സഹായവും മദതൊക്കെ ഉണ്ടാവില്ല. എനിക്ക് ഇന്നിപ്പോ പോസ്റ്റ് ചെയ്തോ കൂടാ വെല്ലുവിളിക്കാണ്. ഞങ്ങളെ ചരിത്രം പഠിപ്പിക്കണ്ടേ, പഠിച്ചു പോവാ ആദ്യം ചരിത്രം. സമസ്ത കേരള ജമിയത്തുൽ ഉലമയിൽ പ്രധാനപ്പെട്ട ഒരു അധ്യായമായിരുന്നു മഹാനരായ ശംസുൽ ഉലമ. ശംസുൽ ഉലമ സമസ്തയിലുള്ള കാലഘട്ടം അതൊരു വേറിട്ട കാലഘട്ടമാണ്. സുന്നത്ത് ജമാഅത്തിന്റെ കണിശത ബോധ്യപ്പെടുത്തിയ കാലഘട്ടമായിരുന്നു. മഹാന്മാരോട് ബന്ധപ്പെട്ട് സമുദായം ജീവിക്കണമെന്നും അഹ്ലു ബൈത്തിനെ അംഗീകരിക്കണമെന്നും അവരെ ബഹുമാനിക്കണമെന്നും വിശിഷ്യ മലബാറിലെ മുസ്ലിമീങ്ങൾ പാണക്കാട് കുടുംബത്തിനോട് കടപ്പെട്ടവരാണ്
എന്നുള്ള നേരായ മാർഗം ശരിയായി ബോധ്യപ്പെടുത്തി തന്ന ഒരു മഹാ വ്യക്തിത്വമായിരുന്നു ശംസുലമ. അവർ കാണിച്ചു തന്ന വഴിയാണ്, അതാണ് യഥാർത്ഥ സമസ്ത, അതാണ് അതിന്റെ വഴി. അതല്ലാത്തതെല്ലാം അതിന്റെ പേരിൽ നടക്കുന്ന വ്യാജങ്ങളാണ്. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഏതായാലും സമസ്തയുടെ സ്ഥാപക ദിനത്തിൽ എന്തിനാണ് സമസ്ത, എന്താണ് അതിന്റെ ആശയം, എന്തിനു വേണ്ടിയാണ് അത് ഉണ്ടാക്കപ്പെട്ടത്, ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കി യാഥാർത്ഥ്യത്തിൽ ഉറച്ചു നിൽക്കാൻ നമുക്ക് കഴിയണം. സമസ്തന്റെ ആശയമൊക്കെ നമ്മൾ മനസ്സിലാക്കണം അല്ലേ? ഞാൻ ചോദിക്കട്ടെ, ഇവിടുത്തെ കള്ളത്തൊരീക്കത്തേരെ വിഷയത്തിൽ സമസ്തന്റെ ആശയം നയം എന്താണോ? ചോറ്റൂരിക്കാരുടെ വിഷയത്തില്, കൂരൂർക്കാരുടെ വിഷയത്തില്, ശംസിയക്കാരുടെ വിഷയത്തില്, മൂരിശക്കാരുടെ വിഷയത്തില് സമസ്തന്റെ നിലപാടെന്തേനി എന്ന് പറഞ്ഞ അംഗീകരിക്കേ? അങ്ങനെയുള്ള ഔലിയാക്കൾ പല മശായിഖന്മാരുടെ പേരിലും തീരുമാനങ്ങൾ വന്നു. ത്വരീഖത്തിന്റെ മേഖലയിൽ പറയപ്പെട്ട പല മശായിഖന്മാരും ഇവിടെ ഉണ്ട്. അവരെ കുറിച്ച് പുനരാലോചന നടത്തണം. അത് എങ്ങനെ നടത്തണം? ഞാൻ ഒന്നിലേക്കും കടന്നു പോകുന്നില്ല. സമസ്ത തീരുമാനമെടുത്ത് ഒരുപാടുണ്ട്. ചോറ്റൂര്, അതേപോലെ കുരൂര്, നൂരിശ, അങ്ങനെ തുടങ്ങി ഒരുപാട്, ശംസിയ, ഇങ്ങനെ തുടങ്ങി ഈ പറയപ്പെട്ടതൊക്കെ പ്രത്യേക പേരിൽ അറിയപ്പെട്ടാലും ഒരു സമുദായം ആ പറയപ്പെട്ട ആളുകളൊക്കെ അള്ളാഹുവിന്റെ ഔലിയാക്കളാണെന്ന് വിശ്വസിച്ചവരും അംഗീകരിച്ചവരുമാണ്. ഷംസിയ തരീഖത്ത് അവരും പറയും ഖാദിരി ജിസ്തി എന്നൊക്കെ പറയും. പക്ഷേ അവരെ പണി എന്താ? നേരം വെളുത്ത ഉച്ച വരെ സൂര്യനെ നോക്കുക. അതിലൊരു ഖലീഫ ഞാനും ജാമ്യയിലിരുന്ന് സംസാരിക്കും. ഉച്ച വരെ സമയം ഉച്ചയായി, ഞാൻ ഇപ്പം നോക്കി കാണിച്ചു തരാമെന്ന് പറഞ്ഞു. ഇപ്പം നോക്കി കാണിച്ചു തരാമെന്ന്. സൂര്യനെ നോക്കാം. കാരണം അത് ആദ്യം രാവിലെ കുറച്ച് നോക്കും, പിറ്റേന്ന് കുറച്ചുകൂടി നോക്കും, പിറ്റേന്ന് കുറച്ചുകൂടി നോക്കും, അങ്ങനെ ട്രെയിലായി ഉച്ചയ്ക്ക് നോക്കാനാവും. ഇവിടെ എന്താ പണി? സൂര്യൻ എങ്ങനെ നോക്കിയിട്ട് ഹൂ 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 അവനവനാണ് അവനവൻ. അപ്പോൾ ആ കാണുന്ന സൂര്യൻ തന്നെയാണ് അള്ളാഹ് എന്ന് പറയുന്നിടത്തേക്ക് എത്തും. അതിനെ നോക്കിയിട്ടാണ് ഈ ഹൂ ഹൂ എന്ന് പറയുന്നത്. ആ ജാതി തരീക്കത്തുകൾ വേണ്ട, ജനങ്ങളെ ദലാലത്തിലേക്ക് കൊണ്ടുപോകുന്ന തരീക്കത്താണ് സമസ്ത പറഞ്ഞത് വേണ്ട. സമസ്ത തീരുമാനമെടുത്ത് ഒരുപാടുണ്ട്. ചോറ്റൂര്, അതേപോലെ കുരൂര്, നൂരിശ, അങ്ങനെ തുടങ്ങി ഒരുപാട്, ശംസിയ, ഇങ്ങനെ തുടങ്ങി ഈ പറയപ്പെട്ടതൊക്കെ പ്രത്യേക പേരിൽ അറിയപ്പെട്ടാലും ഒരു സമുദായം ആ പറയപ്പെട്ട ആളുകളൊക്കെ അള്ളാഹുവിന്റെ ഔലിയാക്കളാണെന്ന് വിശ്വസിച്ചവരും അംഗീകരിച്ചവരുമാണ്. നൂരിശ തരീക്കത്തുകാർ ഇവിടെ വന്നു. സമസ്ത അവരെ ലലാലത്തിന്റെ കക്ഷിയാണ്, പിഴച്ച തരീക്കത്താണെന്ന് പറഞ്ഞു. എന്താ കാരണം? ഈ തൗഹീദിന്റെ കലിമ ലാ ഇലാഹ ഇല്ലല്ലാഹ് അയിമത്ത് പഠിപ്പിച്ചത് ലാ മഅബൂദ ബിഹഖിൻ ഇല്ലല്ലാഹ്, അത് ലാ ഖാദിയൽ ഹാജാത്തി ഇല്ലല്ലാഹ്, അതും രണ്ടാക്കി. ആവശ്യങ്ങൾ നിറവേറ്റി തരുന്നവൻ അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല. അപ്പം അപകടങ്ങൾ തടുക്കുന്നവനോ അതിനൊരു പഠിച്ചം വേറെ വേണ്ടേ? അതും രണ്ടാക്കി. ലാ മഅബൂദ ബിഹഖിൻ ഇല്ലല്ലാഹ് എന്നുള്ള അയിമത്ത് പറഞ്ഞു പോകുന്ന മുസ്ലിം ലോകം പഠിച്ചു പോകുന്ന അർത്ഥം ശരിയല്ല എന്ന് പറഞ്ഞു നൂരിശ തരീഖത്ത്. ശരിയല്ല, അതിൻ്റെ ഉദ്ദേശങ്ങളിൽപ്പെട്ടൊരു ഉദ്ദേശമാണ് ലാ ഖാദിയൽ ഹാജാത്തി ഇല്ലല്ലാഹ് എന്ന് പറയണേ, കുഴപ്പമില്ല. പക്ഷെ അതാണ് അതിൻ്റെ അർത്ഥം. ലാ മഅബൂദ ബിഹഖിൻ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു ശരിയല്ല. അപ്പൊ നിങ്ങൾ ശരിയല്ല എന്ന് സമസ്ത പറഞ്ഞു. സംഭവിച്ചു. അപ്പൊ അന്ന് പിഴച്ചു. എന്തുകൊണ്ട് പിഴച്ചു? ആ തീരുമാനം പാസ്സാക്കപ്പെടുന്ന സമയത്ത് ലാഹിറായ 40 ആൾക്കാരുടെ കൂട്ടായ്മയാണ്. ഇങ്ങനെ ഓരോ തരീക്കത്തുകളെ അതൊക്കെ ഇന്ന് ഞാനൊരാളായിട്ട് വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ ഇന്നലാ നിക്കരിച്ചത് അഖമിസ്സലാത്തലി ദിക്രി, അള്ളാഹുവിനെ സ്മരിക്കാനാ. അപ്പം അള്ളാഹുവിൻ്റെ സ്മരണ ഹൃദയത്തിൽ വന്നാൽ പിന്നെ നിക്കാരം വേണ്ട. ഈ ഇബാദത്തൊക്കെ അള്ളാഹുവിനെ ഓർക്കാനാ. അള്ളാഹുവിൻ്റെ ഓർമ്മ ഹൃദയത്തിൽ വന്നാൽ പിന്നെ നിസ്കാരം വേണ്ട, ലാഹിരിയായ ഇബാദത്തൊന്നും വേണ്ട. കുരൂർ തരീക്കത്ത്, ചോറ്റൂർ തരീക്കത്ത്, അങ്ങനെ എപ്പോഴും പല തരീക്കത്തുകളുണ്ട്. അതൊക്കെ സമസ്ത കേരള ജമിയത്തുൽ ഉലമ അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ, സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇവിടെ ഇല്ലായിരുന്നുവെങ്കിൽ എന്തായിരിക്കും ഇവിടുത്തെ ആളുകളുടെ അവസ്ഥ? ഒക്കെ ഈ കുഫ്രിയത്തിലേക്കും രിദ്ദത്തിലേക്കും പോകുന്ന തരീക്കത്തിലൂടെ പോകൂലേ? അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതാണ് പറയുമ്പോ അട്ടരെ മെത്തുപ്പേച്ചാരിക്കരജി ഇപ്പൊ സമസ്തന്റെ ആദർശം പഠിപ്പിക്കാൻ വന്നിക്കല്ലേ? എന്ത് അവകാശമാണ് അവർക്കൊക്കെ ഉള്ളത്? ഇവിടെ സംസ്കൃതം എതിർത്തിട്ടില്ലേ? വേങ്ങാട് തുരീക്കത്തിനാ, വേങ്ങാട് ഷെയ്ഖിനാ, അതിനെ വെള്ള പൂശാൻ പോയിക്കാണ്ട് സ്വർഗത്തു നിന്നുള്ള തോപ്പാണിത് എന്ന് പറഞ്ഞ് പ്രസംഗിച്ച ആളല്ലേ ജി? സംസ്കൃതം കള്ളനാന്ന് പറഞ്ഞ ആ ഷെയ്ഖിനാ.
ഷംസുലുലമ എതിർത്ത ത്വരീഖത്താണ് നൂരിഷ. അതിന് വെള്ള പൂശിയാണല്ലോ ജി. ഷംസുലുലമ എതിർത്ത ത്വരീഖത്താണ്. ഷംസുലുലമനെ പറഞ്ഞ അദ്വൈതവാദവും പുനർജന്മവാദമൊക്കെ വാദിച്ചു വന്ന രാജശേഖന്മാരിൽ നിന്ന് ഷംസുലുലമ പറഞ്ഞത് ആരെ പറ്റിയാ? ചൂറ്റൂരി കൂരൂർ അടക്കമുള്ള ത്വരീഖത്തുകാരെ പറ്റിയല്ലേ? അതിനൊക്കെ വെള്ള പൂശല്ലേ ഇത്? എന്ത് ഷംസുലുലമ പഠിപ്പിച്ചെന്ന് വെച്ച് പറയണ്ടേ? എനിക്ക് ആരെയെ പറ്റിക്കാൻ അൻവരി? അനക്ക് ധൈര്യം ഉണ്ട്, അന്നെ ഞാൻ വെല്ലുവിളിക്കാണ്. ഷംസുലുലമ പറഞ്ഞല്ലോ സമസ്ത എതിർത്ത ഒരുപാട് ത്വരീഖത്തിന്റെ ശൈഖന്മാർ ഇവിടെ ഉണ്ട്. ആ കള്ള ശൈഖന്മാരെ പറ്റി ആയിരുന്നു വ്യാഖ്യാനിക്കാൻ അത് ആരാന്ന് പറയാൻ എനിക്ക് ധൈര്യം ഉണ്ടോ? അങ്ങനെ വരാതെ ശംസുലുലമ പറയില്ലല്ലോ. ശംസുലുലമന്റെ വിലായത്തുള്ള നാവ് കൊണ്ട് ശംസുലുലമ പറഞ്ഞിട്ടുണ്ടല്ലോ, കുഫ്രിയത്തേറ്റ് വന്ന ഒരുപാട് ശൈഖന്മാർ ഇവിടെ ഉണ്ടായിരുന്നു, അവരെ സമസ്ത എതിർത്തിട്ടുണ്ട് എന്ന് ശംസുലുലമ പറഞ്ഞ അത് ബയാൻ ചെയ്യാൻ എനക്ക് ധൈര്യം ഉണ്ടോ? ഇല്ലാതെക്കൂലല്ലോ. പറഞ്ഞല്ലോ ശംസുലുലമ ഉണ്ട്. അത് ആരാടോ എന്ന് പറയോ? പറഞ്ഞാച്ചി പറഞ്ഞ പണി കൊടുക്കും. ശംസുലുലമന് സ്നേഹല്ലേ? ഈ ആരെയെ പറ്റിക്കണ്ട്? എന്റെ വട്ടൂരാളോട് പറഞ്ഞാൽ മതി, ഞങ്ങളെ മുമ്പ് വരണ്ട. അതേച്ചി പറയും ശംസുലുലമ പറഞ്ഞ അതാരാണ്? ഈ ശംസുലുലമനെ വലിയ മാതൃകയാക്കണം എന്ന് പറഞ്ഞ ആളല്ലേ? ശംസുലുലമ പറഞ്ഞ ക്ലിപ്പ് ഇല്ലാന്ന് പറയോ? ഇല്ലെങ്കിൽ പറയും, ഞാൻ ഇട്ടരാ. അത് ആരെ പറ്റിയാ ശംസുലുലമ പറഞ്ഞത്? അത് പറയാൻ തരുന്നുണ്ട് എനിക്ക്. അതൊരു ആളുണ്ടെന്ന് ഉറപ്പല്ലേ? ഉണ്ടായിട്ടുണ്ടെന്ന് ഉറപ്പല്ലേ? സമസ്തന്റെ ചരിത്രത്തില് ഇപ്പൊ സമസ്തന്റെ ചരിത്രം പഠിപ്പിക്കാൻ വന്നല്ലേ? നമ്മൾ പഠിക്കണം, ആദർശം പഠിക്കണം എന്ന് പറയാൻ വന്നല്ലേ? അപ്പൊ ഇന്ന് ശംസുലുലമ മാതൃക ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ശംസുലുലമ പറഞ്ഞതിനെ എനിക്ക് തെളിവ് ഉദ്ധരിക്കുന്നുണ്ട്. ഈ ശംസുലുലമന്റെ ആളല്ലേ? ഒന്ന് ബയാൻ ചെയ്താ ധൈര്യം എനിക്ക്. കുറച്ച പണി ഉണ്ടാവും. 1000 ജന്മം ജനിച്ചാലും കയ്യിൽ എന്നെ കൊണ്ട് ശംസുലുലമയും ഇതിലുള്ള ബന്ധം അപ്പണ് കാണും. ശംസുലുലമ പറഞ്ഞ ആരെ പറ്റിയാണ്? എന്നിട്ട് സമസ്തന്റെ ചരിത്രം പറയാണ്. ആരെ സമസ്തന്റെ ചരിത്രം പഠിപ്പിക്കും? ഞങ്ങളെ തന്നെ തൊള്ള തുറന്നു വരുന്നത്. അല്ലെങ്കിൽ പറടോ ഈ സംസ്ഥാനത്തിന്റെ ആളാണെങ്കിലും ശംസുലുലമ ആരെ പറ്റിയാ പറഞ്ഞത്? അത് ശംസുലുലമന്റെ ശിഷ്യന്മാർ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, അത് ഞങ്ങളെ കയ്യിലുണ്ട്. ശംസുലുലമ ആരെ പറ്റിയാ പറഞ്ഞതെന്നുണ്ട് എനക്ക് പറയാൻ തരുന്നുണ്ടോ? കാലഘട്ടത്തിന്റെ മശായിഖിന്റെ മുരീദല്ലേ? എനിക്ക് മദതും ഹിഫ്ളും ഹിമായത്തും എല്ലാം ഉണ്ടല്ലോ. പരിശുദ്ധ ഇസ്ലാമിന്റെ യഥാർത്ഥ രൂപം തള്ളി പറഞ്ഞുകൊണ്ടുള്ള എത്രയോ കള്ളശൈഖന്മാരെ കേരളത്തിൽ തനി ഹൈന്ദവ സിദ്ധാന്തവുമായി കേരളത്തിൽ കുറെ കള്ളശൈഖന്മാർ, അദ്വൈത സിദ്ധാന്തങ്ങൾ, പുനർജന്മവാദം, ഈ നിലക്കുള്ള സിദ്ധാന്തങ്ങളുമായി കള്ളശൈഖന്മാരെ കേരളത്തിൽ വന്നു. അൻവരി എന്നെ വെല്ലുവിളിക്കാണ്. ഈ ശംസുലുലമന്റെ ആളല്ലേ? ശംസുലുലമ സംസ്ഥാന സെക്രട്ടറി ആയ കാലം വേറിട്ടൊരു സംഭവം തന്നെയല്ലേ അല്ലെ? ആ ശംസുലുലമ പറയണ്ടേ ഇത് ആരെ പറ്റിയാണോ? നിങ്ങൾ പറഞ്ഞപ്പോ കള്ളത്തൊരിക്കത്തന്നെ ഇല്ലാന്നാ. ശംസുലുലമ പറഞ്ഞ ഒരുപാട് കുഫ്രിയത്തുമായിട്ട് വന്ന കള്ള ശൈഖന്മാർ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്, ഓലെ സമസ്ത എതിർത്തിട്ടുണ്ട് എന്ന് ശംസുലുലമ പറയണേ. എനിക്ക് ശംസുലുലമ മാതൃകല്ലേ? ശംസുലുലമ വെറുതെ പറയില്ലല്ലോ, വലിയ വിലായത്തുള്ള വലിയ മഹാനല്ലേ? ശംസുലുലമ കളവ് പറയില്ലല്ലോ, വിശദീകരിക്കും. എന്നിട്ട് പറയും ഞാൻ ശംസുലുലമന്റെ ആളാണ്, ശംസുലുലമക്ക് മാതൃക ഉണ്ടെന്ന്. എന്നിട്ട് ഇജാപ്പ സമസ്തന്റെയും ശംസുലുലമന്റെയും ചരിത്രം ഞങ്ങളെ പഠിപ്പിച്ചാൻ പറ്റില്ലേ? ഇതെന്താ വിചാരിച്ച്? അല്ലെങ്കിൽ ശംസുലുലമ പറഞ്ഞ തെറ്റാണ്, അങ്ങനത്തെ ആളിവിടെ വന്നിട്ടില്ല എന്ന് പറയണം. അപ്പൊ അതിന്റെ മാതൃക നല്ല മനസ്സിലാവുമല്ലോ. ഇത് ആൺകുട്ടികളുടെ കളി. ഈ ഖിയാമത്ത് നാൾ വരെ എനിക്ക് പറയാൻ കഴിയില്ല. ആണായിട്ട് പറയണേ. അവര് കാണിച്ചു തന്ന വഴിയാണ്, അതാണ് യഥാർത്ഥ സമസ്ത, അതാണ് അതിന്റെ വഴി. അതല്ലാത്തതെല്ലാം അതിന്റെ പേരിൽ നടക്കുന്ന വ്യാജങ്ങളാണ്. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഏതായാലും സമസ്തയുടെ സ്ഥാപക ദിനത്തിൽ എന്തിനാണ് സമസ്ത, എന്താണ് അതിൻ്റെ ആശയം, എന്തിനു വേണ്ടിയാണത് ഉണ്ടാക്കപ്പെട്ടത്, ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കി യാഥാർത്ഥ്യത്തിൽ ഉറച്ചു നിൽക്കാൻ നമുക്ക് കഴിയണം. അള്ളാഹുവിൻ്റെ മശായിഖന്മാരാണ് ശംസുലുലമ പഠിപ്പിച്ച ആശയം അതായിരുന്നു. മശായിഖന്മാരോട് ബന്ധപ്പെട്ടുള്ള ജീവിതം, അതാണ് ദീനിന്റെ തൂൺ. ആ വഴിയിൽ നമ്മൾ ഉറച്ചു നിൽക്കണം. അള്ളാഹു നമ്മെ സഹായിക്കട്ടെ. അവർ കാണിച്ചു തന്ന വഴിയാണ് യഥാർത്ഥ സമസ്ത. അവർ കാണിച്ചു തന്ന ക്ലിപ്പാണ് ഞാൻ മുകളിലിട്ടെ. അനക്ക് എന്ത് പറയാണ്ട് അത് പിൻപറ്റുന്നല്ലേ പറ്റി പറഞ്ഞേ? എനിക്ക് ശംസുലുലമ മാതൃകല്ലേ? ഈ ശംസുലുലമന്റെ ആളാകുമ്പോ എനിക്ക് വിശദീകരിക്കേണ്ട ബാധ്യതയില്ലേ? ചരിത്ര പണ്ഡിതനല്ലേ പറഞ്ഞെടുക്കണ്ട്? ലോകം നിയന്ത്രിക്കുന്ന ഷെയ്ഖിന്റെ മുരീദല്ലേ? ഇവിടെ പോയി നിയന്ത്രണം ഇന്നല്ല, എന്റെ ഷെയ്ഖ് എന്നല്ല, എന്റെ കൂടെയുള്ള ഒരു ഏറ്റവും ഒന്നും പറയാൻ കഴിയില്ല. ഈ പറഞ്ഞത് ആരാന്ന് എനിക്കറിയും. ഇജന്നെ പറഞ്ഞ ക്ലിപ്പ് നമ്മളെടുത്തിട്ടുണ്ട്. ഒജ്ജിയും ശംസുലുലമയായിട്ട് ബന്ധമില്ല. ഇത് പറഞ്ഞിട്ട് മതി സമസ്തന്റെയും ശംസുലുലമന്റെയും ചരിത്രം പറയാൻ. ശംസുലുലമ പറയാനുള്ള അധികാരം എനിക്കില്ല. എന്നിട്ട് ഇങ്ങനെ വീഡിയോയിൽ വന്നിക്കാൻ വേണ്ടി കാപ്പട്ടി കാണിച്ചു കണ്ട് സമസ്തന്റെ കാര്യം പറയാനേ, ശംസുലുലമന്റെ കാര്യം പറയാനേ. നിങ്ങളെ വാദം പറ്റാ ചോദിക്കണ്ടേ? നിങ്ങളെ ആളല്ലേ, നിങ്ങൾക്ക് മാതൃകല്ലേ? എത്ര വിളിച്ചാൽ കഴിയും? എനക്കൊന്നും കഴിയില്ല. നിങ്ങളെ സാധാരണക്കാരെ മുന്നിൽ തന്നെ കഴിയില്ല. എന്നിട്ടല്ലേ വേറുള്ളവര് പോസ്റ്റ് ഇട്ട് ഇങ്ങനെ പോയാൽ പോരാ. ഇങ്ങനെ വീഡിയോ ഇറക്കിയ സമസ്തന്റെ ആൾക്കാർ ഞങ്ങളാണ്. നമ്മളെ മദ്രസയിലും മറ്റുള്ളതൊക്കെ നടക്കുന്നുണ്ട്. ശംസുലുലമയാണ് യഥാർത്ഥ സമസ്ത. കാണിച്ചുന്ന വഴി നമ്മൾ പിന്തുടരണം. ശംസുലുലമ കാണിച്ചത് വഴിയാണ് ഞാൻ കാണിച്ചത്. ഒരൊറ്റ ക്ലിപ്പ്, ആ ക്ലിപ്പുമ്പോൾ എന്റെ ആഫീസാണ് കൂട്ടും. ഇതവിടെ വെച്ചിട്ട് ചാടി കിടക്കാൻ നോക്കണ്ട. ഒന്നുകിൽ ഇതാരെ പറ്റിയെന്ന് പറയാ, അല്ലെങ്കിൽ ഇത് പറഞ്ഞ കളവാന്നറിയാം. ഇല്ല, നമുക്ക് ശംസുലുലമ തള്ളിക്കോ, അല്ലെങ്കിൽ ശംസുലുലമ പറഞ്ഞത് വിശദീകരിക്കുക. രണ്ട് പറഞ്ഞാൽ ഇത് വിടും.
സമസ്ത എന്നത് ഞാൻ പറഞ്ഞല്ലോ, അത് കേരളത്തിലെ ഒരു ചെറിയ സംഘടനയാണ്. അതുപോലെ വേറെയും കുറെ സംഘടന ഉണ്ട്. ഇപ്പൊ ഉദാഹരണമായിട്ട് മുത്തുനബിന്റെ ഒരു എനിക്കും പറയാലോ, ഞാൻ പറഞ്ഞെങ്കിൽ നിമിറ്റക്കല്ലി മുത്തുനബിന്റെ ഒരു ഷാറു മുബാറക്ക് അംഗീകരിക്കണമെങ്കിൽ ഗണ്ണിതമായ സനതുണ്ടായാലേ പറ്റൂ എന്നുള്ളത് കള്ള ശരീഅത്താണ്, അത് മുജാഹിദിന്റെ ശരീഅത്താണ്. അങ്ങനെ വേറെ കുറെ സമസ്തക്കാരുണ്ട്. ആരൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ സമസ്തന്റെ പുറത്ത് തമിഴ്നാട്ടിലുണ്ടെങ്കിൽ ഓർക്കും ബാധകമാണ്. ലോകത്ത് അന്താരാഷ്ട്ര പരിപാടിയാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്, എല്ലാവർക്കും ബാധകമാണ്. ഇന്ന സമസ്താന്ന് കിട്ടലാണ് നിങ്ങൾ ആവശ്യം, അത് എല്ലാവർക്കും ബാധകമാണ്. അപ്പൊ അതൊരു കള്ള ശരീഅത്താണ്. ഏത് ആ കൂട്ടത്തിൽ മനസ്സിലാക്കിയോളി. മുത്തുനബിന്റെ ഒരു ഷാറു മുബാറക്ക് നമ്മളിലേക്ക് എത്തിച്ചേർന്നാൽ അത് അംഗീകരിക്കണമെങ്കിൽ ഗണ്ണിതമായ സനതുണ്ടെങ്കിലേ പറ്റൂ. ഇതാണ് ഇപ്പൊ SK സമസ്ത ഇവിടെ EK സമസ്തന്റെ മുഷാവറ പാസാക്കിയത്. ഒരു കിതാബിലും അത് തെളിയിക്കാൻ സാധ്യമല്ല. അത് കള്ള ശരീഅത്താണ്. ആരൊക്കെയാണോ എല്ലാവർക്കും അത് ബാധക തന്നെയാണ്. ഏത് സമസ്ത അൻവരി ഇന്ന് പറഞ്ഞല്ലോ യഥാർത്ഥ സമസ്ത സംസുലമെന്റ് ആണ്. ആ യഥാർത്ഥ സമസ്തനാണ് ഇപ്പൊ ഈ അൻവരി എന്താക്കണ്ടേ, ചോദ്യം ചെയ്യണ്ടേ, എതിർക്കണ്ടേ. കള്ള ശരീഅത്തുവാദികളാണ്. ഇത് മാറ്റം വരുത്തിക്കണം. ഇന്നും അതേ വാദത്തിലാണല്ലേ. എന്നിട്ട് ഞാൻ സമസ്തന്റെ ആളാണ്. എന്നിട്ട് പറഞ്ഞോ സമസ്ത ചെറിയൊരു സംഘടനയാണ്. ഓൻ മുമ്പ് പറഞ്ഞത് അവൻ വിചാരിച്ചാൽ ഓന്റെ മാതിരി 4 അടുപ്പും കല്യാണം 3 അടുപ്പും കല്യാണം ഉള്ളൂ സമസ്തയിൽ എന്ന് വിചാരിച്ചിരിക്കുക. ഇതൊക്കെ സമസ്തന്റെ ആളാകാൻ വരണേ. എനിക്കൊക്കെ വേറെ വല്ല പണിക്കും പോയി കൂടെ. ഓലെ സമസ്തനെ പറ്റി ഇനി അതേ SK-കാരുണ്ടെങ്കിൽ കണ്ടോളേ. ഇവരിപ്പോ സമസ്തന്റെ ആളായി വരുന്ന നടക്കുന്ന നോക്കണ്ടെങ്കിൽ ആരും മുനാഫിഖീങ്ങളാണ്. കാരണം എന്താ, ആ സമസ്തനെ ചോദ്യം ചെയ്യണ്ടേ. കള്ള ശരീഅത്തേനും പേരില്ല ഇപ്പൊ നടക്കണ്ടേ, ഓലെ താങ്ങില്ല ഇപ്പൊ നടക്കണ്ടേ. കള്ള ശരീഅത്താന്ന് പറഞ്ഞിട്ട് അത് ഓല ഇന്ന് മാറിയിക്കണോ? ഓല് മാറ്റി പറഞ്ഞ ഒരു രേഖ ഉണ്ടെങ്കിൽ കാണിക്കേ. ഇന്ന് ഓലെ താങ്ങണ്ടല്ലോ. അതാണ് സമസ്ത ഇന്നും പറഞ്ഞ് നടക്കണ്ടല്ലോ. ഉഷാദൊക്കെ കൊണ്ടുപോയിട്ട് പറഞ്ഞല്ലോ. ഈ കള്ള ശരീഅത്തുവാദികളായ സമസ്തക്കാർപ്പങ്ങൾ താങ്ങുന്നതിന് ഹുക്കുമെന്താ? ഓളെ താങ്ങാൻ പറ്റുമോ? ഇവിടുന്ന് വരണേ. ഇപ്പൊ അൻവരിന്റെ ബൂതി കെട്ട് ഷംസുലമിൽ മാതൃക ഉണ്ട് എന്ന് പറഞ്ഞ് വലിയ കോളിൽ വന്നാ ഷംസുലമിന്റെ ഇതാണ് നമ്മൾ പിൻപറ്റേണ്ടത്, ആ വഴിയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. അതാണ് സമസ്ത. ഒറ്റ ചോദ്യമുള്ളൂ. കുഞ്ഞാമതുണ്ടെങ്കിൽ കേട്ടോ, എന്നോട് കൂടിയാ ചോദിക്കണ്ടേ. എനക്ക് പറയാൻ തരുന്നുണ്ടോ? ഷംസുലമ്മേനാ പറയണ്ടേ. ഇതും പറഞ്ഞില്ലേ ഷംസുലമിൽ മാതൃക ഉണ്ട്. കേരളത്തിൽ ഒരുപാട് കള്ളശേഖന്മാർ കടന്നു വന്നിട്ടുണ്ട്. ആ കള്ളശേഖന്മാരെ പറ്റി പറയാൻ, ആരാണെന്ന് പറയാൻ ധൈര്യണ്ടോ? എന്റെ വല്യൂപ്പരുണ്ടല്ലോ മറ്റേ, ഓനക്ക് വിട്ടെടുക്കട എന്റെ വോയിസ്, ഓനോട് ബയാൻ ചെയ്യാൻ പറയും ആരാണെന്നുള്ളത്. ശംസുലം വെറുതെ പറയില്ലല്ലോ. വിലായത്തിൽ ഒതുമം വരെ ഉണ്ടെന്ന് കാലഘട്ടത്തിൽ മശായിഖന്മാർ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. ആ നാവ് കൊണ്ട് പറഞ്ഞതാ. ഇവിടെ വന്നിട്ടുണ്ട്. ഇതിന്റെ പേരൊന്ന് വ്യക്തമാക്കാൻ കഴിയുമോ കുഞ്ഞേമതെ? ധൈര്യം ഉണ്ടോ? ഇതൊക്കെ ഒളിഞ്ഞെന്ന് കേൾക്കണ്ടല്ലോ. ഇത്ര കേട്ടിട്ട് മുന്നേ നാവ് അനക്കാൻ കഴിയില്ല. ഞങ്ങൾക്കെതിരെ എന്റെ നാവ് അനക്കാൻ കഴിയില്ല. അതാ ഞങ്ങളെ പവറ്. ഇജിപ്പോ എന്റെ അവിടെ എന്റെ വോയിസ് കേൾക്കുമ്പോ ഇങ്ങനെ പെടക്കുള്ളൂ. തുറക്കാൻ കഴിയില്ല. അതായത് ശംസുലം പറഞ്ഞത് തെറ്റാണെന്ന് പരസ്യമായി പറയാൻ ധൈര്യമുണ്ടോ? അല്ലെങ്കിൽ ഇത് വിശദീകരിക്കും. അന്നത്തോടുകൂടി കുരുവട്ടൂരിസിന്റെ ആഫീസാണ് പൂട്ടും. വിശദീകരിച്ച അന്ന് നിർത്തേണ്ടി വരും നിങ്ങളെ പരിപാടി. പിന്നെ EK വിഭാഗം നേരത്തെ ശംസുലമന്റെ നിലപാടായിട്ട് പോവുകയാണ്. ഇപ്പൊ വരെന്താക്കി അതിനൊരു വിഭാഗത്തെ മെല്ലെ അടർത്തിയെടുത്ത്. കാരണം ഇവന് രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുമ്പോൾ ആളുവാണല്ലോ വോട്ടിന്. പരമാവധി അടർത്തിയെടുത്ത് ഓലെ കൂട്ടത്തിൽ കൂട്ടിയിട്ട് ഓൽക്കുള്ള ഒരു ഇസ്സത്തും കൂടി നഷ്ടപ്പെടുത്തുന്ന രൂപത്തിൽ അപ്പൊ അവര് പ്രവർത്തിച്ചു. ഞങ്ങളെ ഹാഫിദ് ഉസ്താദിന്റെ മക്കളാണ്. കളി ഞങ്ങളോട് വേണ്ട. ഇത് കാന്തപുരത്തിന്റെ മക്കളാണ് കേട്ടോ. ഞങ്ങളെ ഹാഫിദ് ഉസ്താദിന്റെ മക്കളാണ്. ഇത് കാന്തപുരത്തിന്റെ മക്കളാണ് കേട്ടോ. ഞങ്ങളെ ഹാഫിദ് ഉസ്താദിന്റെ മക്കളാണ്. കാന്തപുരത്തിന്റെ മക്കളാണ് കേട്ടോ. ഞങ്ങളെ ഹാഫിദ് ഉസ്താദിന്റെ ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക. നന്മ വളരട്ടെ, തിന്മക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം.